വിശദമായ വാർത്തകളിലേക്ക്. മണിപ്പൂർ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണ പരാജയമെന്ന പ്രതിപക്ഷം. പ്രധാനമന്ത്രിയെ കാണാൻ മണിപ്പൂരിൽ നിന്നുള്ള പ്രതിപക്ഷ സംഘം 3 ദിവസമായി ഡൽഹിയിൽ തുടരുകയാണ്. എന്നാൽ നേതാക്കളെ കാണാൻ സമയം അനുവദിച്ചില്ലെന്ന പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 2001-ൽ സംഘർഷമുണ്ടായപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി സർവകക്ഷി സംഘത്തെ കണ്ടിരുന്നു. നരേന്ദ്രമോദി വാജ്പേയിയിൽ നിന്ന് പഠിക്കണമെന്നും പ്രതിപക്ഷ നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ये बिल्कुल साफ हो गया है कि स्टेट गवर्नमेंट से कोई उम्मीदें नहीं, 100% फेल हो गया है. जो उम्मीदें हैं वो केंद्र सरकार से हैं. गृह मंत्री गए हैं, गृह मंत्री के जाने के बाद भी कुछ ज्यादा फर्क नहीं देखने. अभी उम्मीदें हैं मणिपुर के लोगों का प्रधानमंत्री पर. और हम निवेदन करते हैं, अब मांग करते हैं कि प्रधानमंत्री जी कांग्रेस को भूल जाइए. आपने जवाहरलाल नेहरू को नाम तो मिटा दिएगा, पर अटल बिहारी वाजपेयी को याद रखें. और जो उन्होंने अपील की है 24 जून को और 8 जुलाई को 2001, उससे तो कुछ सीखिए. इस डेलीगेशन से मिलिए, जनता के नाम पर एक अपील कीजिए, मणिपुर की बात कीजिए, मन की बात नहीं मणिपुर की बात, ताकि फिर से मणिपुर में अमन, शांति, सद्भावना आ सके. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആൻസില ചേരുകയാണ്. ആൻസില, മണിപ്പൂർ കലാപം ഇപ്പോൾ നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണ പരാജയമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ജയറാം രമേശ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെയായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി, കാരണം ഈ മെയ് ആദ്യമായിരുന്നു ഈ ഒരു സംഘർഷം തുടങ്ങിയത്. ഇത്രയും നാളായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്? ഭദ്ര, കഴിഞ്ഞ മെയ് ആദ്യമാണ് ഇത്തരത്തിൽ മണിപ്പൂരിൽ കുക്കി മെയ്തൈ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1 മാസത്തിലേറെയായി മണിപ്പൂർ ഇത്തരത്തിൽ അശാന്തമായി തന്നെ തുടരാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു നടപടി ഇതിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത്. നമുക്കറിയാം, അമിത്ഷാ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ മണിപ്പൂർ സന്ദർശിക്കുകയും ഏകദേശം 3-4 ദിവസത്തോളം അദ്ദേഹത്തിന്റെ സന്ദർശനം അവിടെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷം സംഘർഷാവസ്ഥയ്ക്ക് ചെറിയ രീതിയിലുള്ള ഒരയവ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് അമിത്ഷാ നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ അയവ് വന്നതെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് മണിപ്പൂർ കടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയും വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ സുരക്ഷാ സേനയും അക്രമികളും തമ്മിൽ മണിപ്പൂരിൽ ഉണ്ടാവുന്നതായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുലർച്ചെ വരെ നീണ്ട ഏറ്റുമുട്ടലാണ് ചുരാൻപൂർ, ബിഷ്ണുപൂർ ജില്ലകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഏകദേശം 300ഓളം വരുന്ന അക്രമി സംഘത്തെയാണ് ഈ സുരക്ഷാ സേനയ്ക്ക് ഇവിടങ്ങളിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ദ്രുതകർമ്മസേന റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചാണ് ഈ അക്രമി സംഘത്തെ അവിടെ നിന്ന് തുരത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ചുരാൻപൂർ, ബിഷ്ണുപൂർ, അതോടൊപ്പം തന്നെ വെസ്റ്റ് ഇംഫാൽ, ഈസ്റ്റ് ഇംഫാൽ ഇവിടങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഒരു ശാന്തമായ രീതിയിലേക്ക് ഈ ജില്ലകളിലൊന്നും കാര്യങ്ങൾ എത്തുന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ മണിപ്പൂരിൽ നിന്ന് ഒരു 10 അംഗ സംഘം പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ഇവരെ കാണാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയം അനുവദിക്കുകയോ ഇവരെ കാണാൻ കൂട്ടാക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു കാരണം. 2001-ൽ ഇത്തരത്തിൽ ഒരു കലാപം ഉണ്ടായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായ വാജ്പേയി ഇത്തരത്തിൽ പ്രതിനിധി സംഘത്തെ കാണാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് അതിന് സാധിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാനത്തിൽ നിന്നും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇത്രയും വലിയൊരു പ്രതിഷേധം, ഇത്രയും വലിയൊരു സംഘർഷം മണിപ്പൂർ സംസ്ഥാനത്ത് 1.5 മാസമായി നീണ്ടു നിന്നിട്ട് പോലും ശക്തമായ ഒരു നടപടി ഇതിനെതിരെ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ തയ്യാറാവാത്തത് ബി ജെ പിയുടെ ഒരു വലിയ കഴിവുകേടായിട്ട് തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കലാപം ഇപ്പോൾ ഇത്തരത്തിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ
ഇപ്പോൾ മണിപ്പൂർ സർക്കാരിലും അമർഷങ്ങൾ കത്തിപ്പുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ഭരിക്കുന്ന NDAയുടെ മുഖ്യ അവരുടെ കൂട്ടുകക്ഷിയായ NPP ഇപ്പോൾ അവരുടെ പിന്തുണ പിൻവലിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്നത് ഇത്തരത്തിൽ സംഘർഷം തുടർന്നു പോവുകയാണെങ്കിൽ BJP കേന്ദ്ര നേതൃത്വം ഈ സംഘർഷം കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ സർക്കാരിനുള്ള തങ്ങളുടെ പിന്തുണ തങ്ങൾ പിൻവലിക്കുമെന്നാണ് അവരിപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇതും വലിയ രീതിയിൽ BJPയെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിശബ്ദ കാഴ്ചക്കാരാകാൻ കഴിയില്ലെന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടെന്നുമാണ് NPP വ്യക്തമാക്കിയിരിക്കുന്നത്. മണിപ്പൂരിൽ BJP കഴിഞ്ഞാൽ 7 അംഗങ്ങളുള്ള NDAയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് NPP ആണ്. ഇവർ മണിപ്പൂരിൽ അവരുടെ പിന്തുണ പിൻവലിക്കുകയാണെങ്കിൽ ഇത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഭദ്ര, തീർച്ചയായും മനസ്സില. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അമിത്ഷാ മണിപ്പൂർ സന്ദർശിച്ചു. അൻസില സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു അയവ് വരും, അല്ലെങ്കിൽ ഈ കുക്കി അതുപോലെ തന്നെ മെയ്തി വിഭാഗക്കാരുമൊക്കെയായി സംസാരിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ ഇതാ BJP മന്ത്രിമാരുടെ വീടുകൾ വരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇനി അതായത് ഈ 10 അംഗ സംഘമൊക്കെ കേന്ദ്രത്തിൽ ചെന്ന് പ്രധാനമന്ത്രിയെ കാണാനുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇനി അവരുടെ അടുത്ത നീക്കം എന്നുള്ളത്? കാരണം അവരുടെ മുഖം തിരിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഭദ്ര, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് മണിപ്പൂരിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രധാനമന്ത്രി ഈ 10 അംഗ സംഘത്തെ കാണാൻ തയ്യാറാവുന്നില്ല എന്നതിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇനിയും അക്രമം മണിപ്പൂരിൽ കൂടാനാണ് സാധ്യതയെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ നൽകുന്ന റിപ്പോർട്ടുകൾ. അവർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സായുധ സേന അല്ലെങ്കിൽ സുരക്ഷാ സേനയുടെ യൂണിഫോമുകൾ തയ്ച്ച് അക്രമകാരികൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം നേരിട്ട് അക്രമകാരികളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ് തുടരുന്നത്. ഇത്തരത്തിൽ സുരക്ഷാ സേനയുടെ യൂണിഫോമുകൾ അടക്കം ധരിച്ചാണ് അക്രമികൾ ഇറങ്ങുന്നതെങ്കിൽ യാതൊരു കാരണവശാലും അവരെ ഇതിനിടയിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയും മണിപ്പൂരിൽ ആക്രമണങ്ങൾ വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇതനുസരിച്ചൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമിത്ഷാ അടക്കം വന്നപ്പോൾ ഈ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടായിരുന്നു. സമാധാന ചർച്ചകൾ വിജയമാണ് എന്നുള്ള തരത്തിലൊക്കെ BJP പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും കാര്യങ്ങൾ പഴയ സ്ഥിതിയിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ അതിൽ ഒരുപക്ഷെ പഴയ സ്ഥിതിയേക്കാൾ അപ്പുറമായി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പ്രധാനമായും ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു BJP വിരുദ്ധ പ്രകടനം ആണ് നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു BJP വിരുദ്ധത അലയടിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മണിപ്പൂരിൽ നിന്ന് കേന്ദ്ര സഹമന്ത്രിമാരുടെ അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കളുടെ അടക്കമുള്ള വീടുകൾക്ക് തീയിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേന്ദ്ര സഹമന്ത്രി രഞ്ജൻ സിംഗിന്റെ വീടിനടക്കം തീയിടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇത് 2ാം തവണയാണ് അദ്ദേഹത്തിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഇംഫാലിൽ അടക്കം താമസിക്കുന്ന കേന്ദ്ര നേതാക്കളുടെ വസതികൾക്ക് നേരെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ വീടുകൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ സാധാരണക്കാരും ഈ ആക്രമണങ്ങളിൽ പെട്ടുപോകുന്നു എന്നതും ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഈ സംഘർഷാവസ്ഥയിൽപ്പെട്ട ആംബുലൻസിൽ ഒരു അമ്മയും കുട്ടിയും ഈ ഒരു ബന്ധുവും കത്തി അമരുന്ന ഒരു കാഴ്ചയടക്കം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ സംഘർഷം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ വലിയ നാശനഷ്ടത്തിലേക്കായിരിക്കും മണിപ്പൂർ കടന്നു പോകുകയെന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലുള്ള നടപടികളും ഇതിനെതിരെ ഉണ്ടാകുന്നില്ല എന്നതും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യമെമ്പാടും ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനെതിരെ മൗനം പാലിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. ഭദ്ര, അൻസില, ഇപ്പോൾ ഈ BJP സർക്കാർ ഇപ്പോൾ മൗനം പാലിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഇനി 2024 തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. തീർച്ചയായും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു BJP എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ മണിപ്പൂർ വിഷയത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണം നടത്താത്തത് ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമോ അൻസില? കാരണം നിലവിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു എടുത്തുചാട്ടത്തിലേക്ക് പോവുകയാണ് എങ്കിൽ ജനങ്ങളുടെ അപ്രീതി
നേടേണ്ടി വരും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. തീർച്ചയായും ഭദ്ര, ഈ മെയ്തൈ കുംകി വിഭാഗം തമ്മിലാണ് മണിപ്പൂരിൽ പ്രധാനമായി ഇപ്പോൾ ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതൊരിക്കലും ഒരു വർഗീയ സംഘർഷമല്ല, മറിച്ച് രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇത്തരത്തിൽ മണിപ്പൂരിനെ അശാന്തമാക്കുന്നത്. മെയ്തൈ വിഭാഗത്തിന്റെ പട്ടികവർഗ പദവിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് മണിപ്പൂരിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഗോത്ര വിഭാഗങ്ങളും ഗോത്ര വിഭാഗങ്ങളല്ലാത്തവരും തമ്മിലുള്ള സംഘർഷമാണ് പ്രധാനമായി ഇപ്പോൾ മണിപ്പൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗോത്രേതര വിഭാഗമാണ് മണിപ്പൂരിൽ ഇപ്പോൾ നിലവിൽ മെയ്തൈ. ഇവരെ ഗോത്ര വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയതാണ് ഈ പ്രധാനമായി ഈ സംഘർഷത്തിന് കാരണം. മണിപ്പൂരിൽ ഏകദേശം 64% ആളുകളാണ് ഈ മെയ്തൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇവർ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. ഈ 35% വരുന്ന നാഗ കുക്കി വിഭാഗത്തിലുള്ള ഗോത്രവർഗ്ഗക്കാർ ഭൂരിഭാഗവും ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരുമാണ്. ഇതാണ് പ്രധാനമായും ഇപ്പോൾ 64% മെയ്തൈ വിഭാഗത്തെ പട്ടികവർഗ പദവിയിലേക്ക് ഉയർത്തുന്നത്. ഈ നാഗ കുക്കി വിഭാഗക്കാർക്ക് അവരുടെ ഗോത്രവർഗ പദവിയുമായി ബന്ധപ്പെട്ട് വലിയൊരു ഭീഷണി ഉയർത്തുമെന്ന പേടിയാണ് ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് മണിപ്പൂരിലെ നയിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ നമ്മൾ ശരിക്കും ചികഞ്ഞ് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു തരത്തിൽ ഇതിൽ വർഗീയത ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതായിരിക്കാം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇതിലേക്ക് ഇടപെടാൻ മടിക്കുന്നതും എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി അധിക സമയമില്ല. വീണ്ടും 3ാം തവണയും അധികാരത്തിലേറാൻ ഉറച്ചാണ് BJP അവരുടെ തന്ത്രങ്ങളെല്ലാം ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനൊരു സാഹചര്യത്തിൽ മണിപ്പൂരിൽ ശക്തമായ ഒരു തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കാം എന്നൊരു ഭയവും നേരത്തെ ഭദ്ര ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര സർക്കാരിനുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ അത്തരത്തിലുള്ളൊരു ഭയം കാരണം ഇപ്പോൾ മണിപ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതമാണ് വലിയ രീതിയിലുള്ള ഭീഷണിയായി, അവരുടെ ജീവിതത്തിനാണ് ഇപ്പോൾ ഭീഷണിയായിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ സംഘർഷത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ പോലും സംസ്ഥാന സർക്കാർ എത്ര ആളുകളാണ് ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന കണക്കുകൾ പൂർണ്ണമായും പുറത്തുവിടാൻ തയ്യാറാവുന്നില്ല. ഇതൊക്കെ ഈ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തു നിന്നും വരാൻ കാരണമാക്കുന്നുണ്ട് ഭദ്ര. ശരി അൻസില, വ്യക്തമാണ്. മണിപ്പൂർ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണ പരാജയമാണെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത്. പ്രധാനമന്ത്രിയെ കാണാൻ മണിപ്പൂരിൽ നിന്നും പ്രതിപക്ഷ സംഘം 3 ദിവസമായി ഡൽഹിയിൽ തുടരുകയാണ്. എന്നാൽ നേതാക്കളെ കാണാൻ സമയം അനുവദിക്കാതെയാണ് പ്രധാനമന്ത്രിയുടെ നീക്കം. അതേസമയം 2001 സംഘർഷമുണ്ടായ സമയത്ത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി സർവകക്ഷി സംഘത്തെ കണ്ടിരുന്നു. അന്ന് പ്രധാനമന്ത്രിയുടെ നടപടി ഇപ്പോൾ നരേന്ദ്രമോദി പാഠമാക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. ജയറാം രമേശാണ് അത്തരത്തിലൊരു വാദം ഉന്നയിച്ചിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻസില.